രജിസ്ട്രാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ട സംഘടനയല്ലല്ലോ SFI സമരം ചെയ്യേണ്ടത് എപ്പോഴാണ്? അവിടെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്തല്ലേ? കേവല അധികാര തർക്കമായി കാണാൻ കഴിയില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ ഒരു രാഷ്ട്രീയ പക്ഷത്താണ് SFI, മറുപക്ഷത്താണ് ഗവർണർ. ശ്രീ ശങ്കുട്ടിദാസ്, മോഹൻ കുന്നുമ്മൽ താൽക്കാലിക VC ആണ്. താൽക്കാലിക VC വിദേശത്ത് പോയപ്പോൾ പകരം ചുമതല കൊടുത്ത ആളാണ് സിസ തോമസ് ആണ് ഇപ്പോൾ അവിടുത്തെ ഭരണപരമായ നടപടികൾ സംബന്ധിച്ച് രജിസ്ട്രാർ റീഇൻസ്റ്റേറ്റ് ചെയ്തത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം വിന്യസിക്കുന്നു. ഇപ്പോൾ രജിസ്ട്രാറിലേക്ക് ഒരു ഫയലും പോവേണ്ട എന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചാൻസലർ എന്ന അധികാരമുണ്ട്. പക്ഷേ ഈ മട്ടിൽ കുറച്ച് ആളുകളെ ചൂസ് ചെയ്ത് അവരെ കൊണ്ട് ഈ ഭരണമാകെ നടത്തിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ഇത് പറ്റുന്ന കാര്യമാണോ, നടക്കുന്ന കാര്യമാണോ? വൈസ് ചാൻസലർക്ക് വീട്ടിലിരിക്കേണ്ടി വരില്ലേ? വിദ്യാർത്ഥികൾ സർവകലാശാലയിലേക്ക് കയറ്റുമോ? ഉദ്യോഗസ്ഥർക്കും സമാനമായ നില ഉണ്ടാവും. ഒരു പക്ഷേ ഗോവക്കാരനായ ഗവർണർക്ക് കേരളത്തിലെ ഒരു സാഹചര്യം പൂർണ്ണമായും മനസ്സിലാവില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? വിദ്യാർത്ഥി സംഘടനകളെയും ഈ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തെ ആകെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം കെട്ടിയിറക്കി ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാം, ഇങ്ങനെയൊക്കെ ഭരിക്കാം എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ? ഒന്നാമത്തേത്. നോക്കൂ, ആദ്യം തന്നെ അങ്ങ് ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് മുൻപ് അരുൺകുമാറിനോട് ചോദിച്ച ചോദ്യത്തിൽ ഒരു സാങ്കേതികമായ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് പറഞ്ഞു ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ 9ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി. ഏറ്റവും മെച്ചപ്പെട്ട 10 യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ്. ഏത് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അത് പറഞ്ഞതെന്ന് വ്യക്തമാക്കാമോ? പൊതുമേഖലാ സർവകലാശാലകളുടെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന NIRF എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന NIRF ആണ്. NIRFന്റെ ഓവറോൾ റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി 38ാം സ്ഥാനത്താണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ കേരള യൂണിവേഴ്സിറ്റി 21ാം സ്ഥാനത്താണ്. അതേപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല 34ാം സ്ഥാനത്താണ്. കുസാറ്റ് 37ാം സ്ഥാനത്താണ്. മഹാത്മാഗാന്ധി 89ാം സ്ഥാനത്താണ്. കേരളത്തിലെ 10ൽ താഴെയുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ 10ൽ താഴെയുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി അമൃത സർവകലാശാലയാണ്. അത് ഡീംഡ് ടു ബി സർവകലാശാലയാണ്. ഇനി ഗ്ലോബൽ റേറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ 2273ാം സ്ഥാനത്താണ് ഗ്ലോബൽ റാങ്കിങ് നെറ്റ്വർക്കിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ 10ൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്നുള്ള അങ്ങയുടെ വാദം ശരിയല്ല. വസ്തുതാപരമായിട്ടുള്ള ആ പിശകൊന്ന് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ വിഷയം, ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് VCയുടെ അധികാരത്തെ പറ്റിയിട്ടോ രജിസ്ട്രാറുടെ അധികാരത്തെ പറ്റിയിട്ടോ ഗവർണറുടെ അധികാരത്തെ പറ്റിയിട്ടോ ഒക്കെയുള്ള വിശാലമായിട്ടുള്ള വസ്തുതകൾ നിരത്തിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ സമര പ്രഹസനത്തിൻ്റെ ആകെ ലക്ഷ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 5-6 ദിവസങ്ങളായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ തകർച്ചയെപ്പറ്റി നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിൻ്റെ രാജിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും സമര പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. സമൂഹത്തിൽ അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ പ്രതിഷേധങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് തിരിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഫാർസായിട്ടുള്ളൊരു പ്രകടനം മാത്രമാണ് ഇന്നത്തെ സമരം. അല്ലാതെ എന്തെങ്കിലും ഒരു അജണ്ട വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയിട്ടോ എന്തെങ്കിലും ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു പോയിന്റ് നിർത്തിയിട്ടോ ഉള്ള ഒരു സമരമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. ഒന്ന്, ഇവിടെ ഭാരതാംബയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നുമുള്ള ഒരു ചർച്ചയ്ക്കുള്ളൊരു സ്കോപ്പില്ല. ആ വിഷയമൊക്കെ വളരെ മുന്നേ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ തന്നെ ഈ ചാനലിൽ വന്ന ധാരാളം തവണ ഗവർണറെ സംബന്ധിച്ചും ഭാരതാംബയെ പറ്റിയിട്ടും കാവ്യവൽക്കരണത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ആ പരിപാടി യൂണിവേഴ്സിറ്റിയുടെ ഭാരതാംബയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് ഞാൻ നേരത്തെ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റി 9th പൊസിഷനിൽ വന്നു എന്ന് പറഞ്ഞൊന്നും ചോദിച്ചില്ലേ? NIRFന്റെ റാങ്കിങ് ആണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി തന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ താങ്കൾക്ക് അത് വാട്സാപ്പിൽ അയച്ചുതരാം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ഇന്ത്യ റാങ്കിംഗ്സ് 2024. കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം റാങ്ക്ഡ് 9th ഇൻ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറി. ഞാൻ പൊതു സർവകലാശാലകളുടെ പട്ടികയിൽ നിന്ന് സവിശേഷമായി അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു, കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങ് ഏത് വർഷത്തെ റാങ്കിംഗ് ആണ് പറയുന്നത്? 2024 ഏറ്റവും അവസാനത്തെ റാങ്കിംഗ്. ഞാൻ താങ്കളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കേരള യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് അങ്ങയുടെ വാട്സാപ്പിലേക്ക് ഒരു നിമിഷം കൊണ്ട് വാട്സാപ്പ് ചെയ്തുതരാം. നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം അങ്ങത് ക്ലാരിഫൈ ചെയ്താൽ മതിയാവും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ശരി, ഞാൻ ഈ ചർച്ചയിൽ കയറുന്നതിന് മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട NIRFന്റെ റാങ്കിങ്ങും NIACCയുടെ അക്രഡിഷനും ഗ്ലോബൽ റാങ്കിങ്സ് നോക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 21ാം സ്ഥാനത്തും 2024 തന്നെയാണ് ഞാനും പറയുന്നത് കേട്ടോ.
തർക്കമില്ല. 21ാം സ്ഥാനത്തും ഓവറോൾ കാറ്റഗറിയിൽ 38ാം സ്ഥാനത്തുമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിവരം. അത് ഞാനിവിടെ വെക്കുന്നു. ശരി, ഇനി രണ്ടാമത്തെ വിഷയം ഈ പറയുന്ന കാവ്യവൽക്കരണവും ഭാരതാംബയും ഗവർണറും. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. ശരി, ഞാനത് നോക്കാം. അടുത്ത ഊഴത്തിൽ ഞാനത് ക്ലാരിഫൈ ചെയ്യാം. ഞാനത് നോക്കിയിട്ട് എനിക്ക് അടുത്ത ഒരു ഊഴം വരുമല്ലോ, ആ ഊഴം വരുമ്പോൾ ഞാൻ അതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിച്ച് പറയാം. ശരി, ഈ വിഷയത്തിലേക്ക് ഈ ഗവർണർ കാവ്യവൽക്കരണത്തിനെതിരെ ശരി ഇനി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരട്ടെ. ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തിയതിനെതിരെയാണ് എന്നും സമരം ചെയ്യുന്നതെങ്കിൽ ആ പരിപാടി നടക്കുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്താനുള്ള ഒരു ആർജവം ഇവർ കാണിക്കണമായിരുന്നു. ആ പരിപാടി കഴിഞ്ഞു ഗവർണർ വീട്ടിലും പോയതിനു ശേഷം അവിടെ നടന്നിട്ടുള്ള രജിസ്ട്രാറുടെ ഒരു സമീപനത്തിനെതിരെ വൈസ് ചാൻസലർ എടുത്തിട്ടുള്ള ഒരു അച്ചടക്ക നടപടി, ആ വിഷയമാണെങ്കിൽ കോടതിയുടെയും അതേപോലെ തന്നെ സിൻഡിക്കേറ്റിൻ്റെയും ഒക്കെ പരിഗണനയിലുള്ള വിഷയമാണ്. ഇത് വിദ്യാർത്ഥികളെ ഒരു നിലയ്ക്കും ബാധിക്കുന്ന വിഷയമല്ല. അത് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നടപടിയാണ്. വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതുകൊണ്ട് കോളേജുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നില്ല, അതുകൊണ്ട് പരീക്ഷാ നടത്തിപ്പിനെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നതിനെ ബാധിക്കുന്നില്ല, അവരുടെ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റുമായി വിഷയത്തെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. ഇത് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ ഒരു മൂപ്പിളമ തർക്കം, ഒരു അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തർക്കമാണ്. ആ തർക്കത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടാതെ വന്ന സാഹചര്യത്തിൽ നടപടിയെടുത്തിട്ടുള്ള VC ഇല്ലാത്ത സമയത്ത് ഈ പറയുന്ന സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുകയും അതിൽ താൽക്കാലിക VC ആ യോഗം പിരിച്ചുവിട്ടതിന് ശേഷം അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായിട്ട് അത് അവതരിപ്പിച്ചിട്ട് ആ സസ്പെൻഷൻ പിൻവലിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലുള്ള ഹർജി പിൻവലിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കോടതിയിൽ നിന്നൊരു നീതി ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്ക് ഇവരെത്തി. ആ വിഷയം അങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഈ ആക്ടിംഗ് VC ഹൈക്കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സമരം നടത്തേണ്ട ആവശ്യം എന്താണുള്ളത്? ഈ ഭാരതാംബയുടെ വിഷയവും കഴിഞ്ഞു, ഈ പറയുന്ന VCയും രജിസ്ട്രാറും തമ്മിലുള്ള വിഷയവും കഴിഞ്ഞു. ഈ രണ്ട് വിഷയമാണെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളും ഒന്നുമായി ബന്ധപ്പെട്ടതല്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ പറയുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടോ തുടർ വിദ്യാഭ്യാസത്തിന് ഉള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നുമുള്ള വിഷയമല്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സമൂഹത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ആ സമരത്തിൻ്റെ ഒരു സംഘടന നിങ്ങൾ നോക്കിയാൽ മതി. ബ്രേക്കിംഗ് അവേഴ്സ്, അതായത് വാർത്തകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോട് കൂടിയിട്ട് ഒരു സമരം വരുന്നു. VC ഇന്ന് ലീവായ ദിവസം VC ചേംബറിലില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, ഒരു പ്രത്യാഘാതവും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അരച്ചു വരുന്നു. 1.5 മണിക്കൂറോളം പോലീസുകാർ ഒരു നടപടി എടുക്കാതെ അവിടെ നോക്കുകുത്തികളെ പോലെ നിൽക്കുന്നു. ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ പറ്റിയിട്ട് പ്രതിബദ്ധതയുള്ള ആളുകൾ ആലോചിക്കണം. ഏതാണ്ട് 1,15,000 വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ യൂണിവേഴ്സിറ്റി. കോളേജിൽ സമരം നടത്തുന്ന പോലെയല്ല യൂണിവേഴ്സിറ്റിയിൽ സമരം നടത്തുന്നത്. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കേന്ദ്രമാണ്, ഒരു ഭരണസിരാ കേന്ദ്രമാണ്. അവിടെ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ, അവിടെ സൂക്ഷിച്ചിട്ടുള്ള ഡോക്യുമെന്റുകൾ, ഇതെല്ലാം വളരെ വിലപ്പെട്ടതാണ്. അവിടേക്ക് എരിച്ചു കയറി അലങ്കോലം സൃഷ്ടിച്ച് ഏതെങ്കിലും ഒരു കടലാസ് നഷ്ടപ്പെട്ടാൽ അത് എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ബാധിക്കുക? അവിടെ ഈ അതിക്രമം കാണിക്കുന്ന സമയത്ത് പോലീസ് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം MV ഗോവിന്ദൻ വരുന്നു. ഈ സമരത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? സമരത്തിൻ്റെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിജയിച്ചിട്ടുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഡിമാൻഡ് അവിടെ നിന്ന് നടത്തി കൊടുക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. അതായത് ഇന്നത്തെ മാധ്യമങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ചർച്ച എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയം 2:30 മണി 3 മണി വരെ ആ സമര കോലാഹലം ഇങ്ങനെ നിർത്തിക്കൊണ്ടുവന്നു. MV ഗോവിന്ദൻ വരുന്നു, ഒരു പ്രഖ്യാപനം നടത്തുന്നു. എല്ലാവരും, ഒരാൾക്കെതിരെ ഒരു കേസും ഇല്ലാണ്ട് എല്ലാവരും മടങ്ങിപ്പോകുന്നു. അതിലൊരു വിദ്യാർത്ഥി നേതാവ് മാധ്യമങ്ങളോട് പറയുന്ന പോലുണ്ട്, ഞാനത് ചാനൽ ചർച്ച കാണുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി നേതാവ് പറയുന്നുണ്ട്, ഇതാണ് ഇന്നത്തെ ചർച്ച, നിങ്ങൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവണം, ഇവിടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ വളരെ കരുതിക്കൂട്ടി ഇവിടെ നിൽക്കുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നെല്ലാം ചർച്ച വഴിതിരിക്കാനും ഈ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്തൊരു പ്രശ്നം കഴിഞ്ഞു പോയിട്ടുള്ള 2 സംഭവങ്ങൾക്ക് ശേഷം ആ സമയത്തൊന്നും യാതൊന്നും ചെയ്യാതെ ഇല്ലാത്തടത്ത് ഈ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമരാഭാസം. കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അനിൽകുമാർ എന്ന രജിസ്ട്രാറുടെ, ഡോക്ടർ K. അനിൽകുമാർ എന്ന രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചു. അദ്ദേഹത്തെ രജിസ്ട്രാറായിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അത് VC അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് VC പുതിയ ഒരാളെ രജിസ്ട്രാറുടെ ചുമതലയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഒരു സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ ഉണ്ടായി. ഇന്നലെയാണ് ഈ സംഭവം. അതിനുശേഷം സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യുകയാണ് വൈസ് ചാൻസലർ. അതിന്റെ അധികാരം സംബന്ധിച്ച ഈ പറഞ്ഞ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് സമരം ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് താൽക്കാലികമായി 10 ദിവസത്തേക്ക് ആ ചുമതലയിലിരിക്കുന്ന വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിനെ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരത്തെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് സർവകലാശാലയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല, VC ഇങ്ങോട്ട് വരണ്ട എന്ന് പ്രഖ്യാപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. അതിൽ വലിയ അത്ഭുതം എന്താണ്?
നോക്കൂ, ഇന്നത്തെ സമരത്തിന്റെ ആവശ്യം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുള്ള നടപടി VC അംഗീകരിക്കണം എന്നതായിരുന്നോ? അങ്ങനെ ഒരു ഇതടക്കമുള്ള മുഴുവൻ മുദ്രാവാക്യമോ അങ്ങനെ വിഷയങ്ങൾ. ആവശ്യമോ അങ്ങ് ആ സമരത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ കേട്ടോ? ഞാൻ കേട്ടില്ല. ഞാൻ അവിടെ കേട്ടത് ഗവർണറുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റികൾ കാവ്യ വലിക്കാതിരിക്കാനുള്ള ശ്രമത്തിനെതിരെയും ഭാരതാംബയുടെ ചിത്രം സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിച്ചതിനെതിരെയും ഇത് ഇവിടെ നടക്കില്ല, ഞങ്ങൾ ഇത് ചോദ്യം ചെയ്യും, VC ഭാരതാംബയുടെ ചിത്രത്തിൽ തുടങ്ങിയതാണല്ലോ ഇത്. ഭാരതാംബയുടെ ചിത്രത്തിൽ തുടങ്ങിയതാണല്ലോ ഇത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിണിതിയാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ. രജിസ്ട്രാറുടെ സസ്പെൻഷൻ കഴിഞ്ഞു. അത് രജിസ്ട്രാറെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അത് VC അംഗീകരിക്കുന്നില്ല. ഇന്നിപ്പോ VC രജിസ്ട്രാർക്ക് യാതൊരു ഫയലും പോകരുത് എന്ന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോൾ ഗവർണറുടെ നോമിനി സമ്പൂർണ്ണമായി സിൻഡിക്കേറ്റിനെയും മറ്റു ഭരണ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുമ്പോഴാണ് അവിടെ പ്രതിഷേധം ഉണ്ടാവുന്നത്. അത് പ്രതിഷേധം എന്നുള്ളത് സ്വാഭാവികമായി വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ അനധ്യാപകർക്കോ ഒക്കെ ചെയ്യാവുന്ന കാര്യമാണല്ലോ. നോക്കൂ, എൻ്റെ ചോദ്യം അങ്ങ് മനസ്സിലാക്കും. അങ്ങ് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല. രജിസ്ട്രാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഉത്തരവാദിത്തം SFIക്ക് ഉണ്ടോ? അതായത് രജിസ്ട്രാറുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണം. രജിസ്ട്രാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ പറഞ്ഞതും രജിസ്ട്രാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവർണറുടെ പരിപാടി റദ്ദാക്കിയതും. അങ്ങനെയുള്ള രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി എടുക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് രജിസ്ട്രാർക്കെതിരെയുള്ള നടപടിയൊക്കെ പിൻവലിക്കണം എന്ന് ഇവർക്ക് ആവശ്യമുണ്ടോ? രജിസ്ട്രാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ട സംഘടനയല്ലല്ലോ SFI സമരം ചെയ്യേണ്ടത് എപ്പോഴാണ്? അവിടെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്തല്ലേ? ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇത് ഈ സിസ്റ്റത്തിലുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഉള്ള ഒരു അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. അതിന് എന്താ റെമഡി? രജിസ്ട്രാറിന്റെ ഹൈക്കോടതി സിൻഡിക്കേറ്റ് മുഖാന്തരം നടപടി അധികാര തർക്കമായി കാണാൻ കഴിയില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ ഒരു രാഷ്ട്രീയ പക്ഷത്താണ് SFI, മറുപക്ഷത്താണ് ഗവർണർ. അത് നമ്മൾ ഗവർണറും വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള തർക്കമായി തന്നെയും കാണേണ്ടതില്ല. അതിന് പൊളിറ്റിക്കൽ ലൈൻസ് മുഴുവനായിക്കോട്ടെ. പെട്ടെന്ന് കണ്ടുപിടിയോ ഇനി അടുത്ത പോയിന്റിലേക്ക്. അല്ല, പൊളിറ്റിക്കൽ ലൈൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾ വരുത്തിക്കോളൂ. ഞാൻ പറയട്ടെ, പൊളിറ്റിക്കൽ ലൈൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾ വരുത്തിക്കോളൂ. ഇവിടെ ഞാൻ കാണുന്ന 3 ഗതികേടാണ്. ഒന്ന്, ഭരിക്കുന്ന പാർട്ടി പ്രതിസന്ധിയിലാവുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ വരെ അണിനിരത്തിക്കൊണ്ട് ഇല്ലാത്ത വിഷയത്തിന് മേലെ സമരപ്രഹസനം നടത്തുന്ന SFIയുടെ ഒരു ഗതികേട്. ആ SFIക്കാർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇത്രയും വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കേന്ദ്രത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതിരിക്കുന്ന പോലീസുകാരുടെ ഗതികേട്. ഇത് കേവലം പ്രഹസനമാണ്, ഇത് കോമാളിത്തരമാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടും ഇന്നത്തെ ദിവസം ഈ വിഷയമല്ലാതെ ചർച്ച ചെയ്യാൻ സാധിക്കാതെ വരുന്ന, അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അതിനെന്തോ വലിയ മാനമുണ്ട്, അതിന് വലിയ രാഷ്ട്രീയമുണ്ട്, അതിൽ ചർച്ച ചെയ്യേണ്ട എന്തൊക്കെയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഗതികേട്. ഈ 3 ഗതികേടുകളല്ലാതെ സാമാന്യ ജനത്തെ ബാധിക്കുന്ന, വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുന്ന ഒരു സർവകലാശാലകളിലേക്ക് പുറപ്പുറത്തോട് ചാടിയൊക്കെ പല ആളുകളും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലേക്ക് എത്തുന്നത് ഞാൻ അതിന്റെ വിശദമായ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം.